കാസർഗോഡ് നീലേശ്വരത്ത് 3 ഇടങ്ങളിൽ മോഷണം. നാരായൺകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഭണ്ഡാരങ്ങൾ ഉൾപ്പെടെ 30,000 രൂപ മോഷ്ടിച്ചു. പ്രദേശത്തെ മറ്റൊരു ക്ഷേത്രത്തിലും വീട്ടിലുമാണ് മോഷണ ശ്രമം ഉണ്ടായത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, പ്രതികളെ തിരിച്ചറിഞ്ഞോ? നിലവിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ സംഘമാണ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. രാവിലെ പുലർച്ചെ ഏതാണ്ട് 3 മണി സമയത്താണ് നീലേശ്വരത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ഈ സംഘം എത്തുന്നത്. അവർ നേരെ അകത്തു കയറുന്നു. അവിടെയുള്ള ഭണ്ഡാരങ്ങൾ ഇളക്കി മാറ്റുന്നു. 3 ഭണ്ഡാരങ്ങൾ ഇവർ കവർന്നു എന്നുള്ളതാണ് ക്ഷേത്രം ഭാരവാഹികൾ നൽകിയിട്ടുള്ള പരാതി. ഏതാണ്ട് 30,000 രൂപയോളം ഈ സംഘം മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ഇവർ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൂടി എത്തുന്നുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ഒരു മോഷണ ശ്രമമാണ് നടന്നത്. അവിടെ മറ്റ് പണമൊന്നും നഷ്ടമായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടം കൊണ്ടും തീർന്നില്ല. തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലേക്കും ഈ സംഘം എത്തി. ഈ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ പരാജയപ്പെട്ടതോടെ ഇവർ മടങ്ങിപ്പോയി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും നിലവിൽ ഇപ്പോൾ ഒരു അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് DYSPയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് തന്നെയാണ് ഈ അന്വേഷണം. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇവർ ഒരു പ്രൊഫഷണൽ സംഘമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെയാണ്. കൂടുതൽ ഇടങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ മോഷണത്തിനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു വലിയൊരു സംഘത്തെ തന്നെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് പോലീസ് ഇവർക്കായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. ഇവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്, ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി, അങ്ങനെ ഒരു വിവരം കൂടി പോലീസ് ഏതായാലും പങ്കുവയ്ക്കുന്നു. നീലേശ്വരത്താണ് 3 ഇടങ്ങളിലാണ് മോഷണം നടന്നത്. പ്രൊഫഷണൽ സംഘമാണ് ഇതിന് പിന്നിൽ എന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിനായിട്ട് വിശദമായിട്ടുള്ള പരിശോധനയിലേക്കാണ് കടന്നിരിക്കുന്നത് പോലീസ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.